നമസ്കാരം. ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് ആണ് ന്യൂ ഇയറിന് മുന്നോടിയായിക്കൊണ്ട് വന്നിരിക്കുന്നത്. PSCയുടെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻസ്. ഇന്നലെയും ഇന്നുമായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ്, അത് LSG സെക്രട്ടറി ഉണ്ട്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉണ്ട്, CPO മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്, അതുപോലെ തന്നെയാണെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് സെക്രട്ടറിയേറ്റ് ഉണ്ട്. ഇന്ന് LPP അടക്കമുള്ള മറ്റു നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് 2023 അവസാനത്തോടു കൂടി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് 2024 പരീക്ഷ നടക്കാൻ പോകുന്നത്. 2024 ശരിക്കും പരീക്ഷകളുടെ ഒരു വർഷം തന്നെയാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് 2024 നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. അപ്പൊ എന്തായാലും ഇന്നലെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ്, ഇന്നലെ പുറപ്പെടുവിച്ചിരുന്ന ഗസറ്റിൽ ഏറെക്കുറെ 46 നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഒരുപാട് മേഖലകളിൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഹൈസ്കൂൾ ടീച്ചർ അടക്കമുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ പൊതുവായിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന LSG സെക്രട്ടറി അടക്കമുള്ള, അതുപോലെ തന്നെ CPO പോലെയുള്ള, സബ് ഇൻസ്പെക്ടർ പോലെയുള്ള, 10ാം തരം ക്വാളിഫിക്കേഷൻ ഉള്ള സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പോലെയുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇന്ന് തൊട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാകും. ഇന്ന് തൊട്ട് അപേക്ഷിക്കാവുന്നതാണ്. 2024 ജാനുവരി മാസം 31 വരെയാണ് ഇവയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. എല്ലാവരും അതിനു മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കുക. എല്ലാവരും അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, കാറ്റഗറി നമ്പർ 571/2023. LSG സെക്രട്ടറി ആണ്. ഒരുപാട് നാളെ നമ്മൾ കാത്തിരിക്കുന്നു. ഒരുപാട് നാളിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് LSG സെക്രട്ടറി എന്ന് പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റിലെ ഇന്റഗ്രേറ്റഡ് സെക്രട്ടറി ആണ്. പഞ്ചായത്ത് വകുപ്പ്, അതുപോലെ തന്നെയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ആവട്ടെ, മുനിസിപ്പൽ സെക്രട്ടറി ആവട്ടെ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആവട്ടെ, ഇതിനെല്ലാത്തിനും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തസ്തികയാണ്. മറ്റുള്ള ഡിഗ്രി ലെവൽ തസ്തികകളെക്കാളും സാലറി ആവട്ടെ, പദവി ആവട്ടെ, എല്ലാം കൊണ്ടും ഉയർന്നു നിൽക്കുന്ന ഒരു തസ്തിക തന്നെയാണ് ഈ പറയുന്ന LSG സെക്രട്ടറി എന്ന് പറയുന്നത്. വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഉദ്യോഗത്തിന്റെ പേര് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ശമ്പളം വളരെ അട്രാക്റ്റീവ് ആണ്. 51,400 തൊട്ടും 1,10,300 വരെ. അതായത് 51,400 ആണ് ഇതിന്റെ ബേസിക് പേ. മിനിമം ബേസിക് പേ 51,400 ആണ്. അപ്പോൾ കയ്യിൽ കിട്ടും എന്തായാലും ഒരു 55 to 60 ഇടയിൽ എന്തായാലും നമുക്ക് സാലറി ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം. വളരെ ഉയർന്ന സാലറിയാണ്. ഒഴിവുകളുടെ എണ്ണം, പ്രതീക്ഷിത ഒഴിവുകൾ സംസ്ഥാന തലമെന്നാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഇന്റഗ്രേഷന് ശേഷം, വകുപ്പിന്റെ ഒരു ഇന്റഗ്രേഷന് ശേഷം ആദ്യമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ നിലവിൽ അറിയില്ല. എന്തായാലും വേക്കൻസികളുടെ എണ്ണം കൂടാനാണ് സാധ്യത. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വകുപ്പ് ഒഴിവുകളുടെ എണ്ണം കൂടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന്റെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. 18 തൊട്ട് 36 വരെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഏജ് ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. 1987 ജാനുവരി മാസം 2-ാം തീയതിക്കും 2005 ജാനുവരി 1-നും ഇടയിൽ ജനിച്ചിരിക്കുന്ന ആളുകളാണ്. ഈ 2 തീയതികളും ഉൾപ്പെടെയാണ്. 1987 ജാനുവരി 2-ാം തീയതി, അതുപോലെ തന്നെ 2005 ജാനുവരി 1-നും ഇടയിൽ ജനിച്ചിരിക്കുന്ന ആളുകൾ ഈ 2 തീയതികൾ ഉൾപ്പെടെയാണ്. പിന്നെ മറ്റുള്ള നോട്ടിഫിക്കേഷൻസ് പോലെ തന്നെ നിയമപ്രകാരമുള്ള വയസ്സിളവ് ഇതിനും ബാധകമാണ്. യോഗ്യത ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബിരുദം, അതായത് ബിരുദമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷനെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ബിരുദം ക്വാളിഫിക്കേഷനുള്ള ഡിഗ്രി ലെവലായിട്ട് ഒട്ടനവധി പരീക്ഷകൾ നമ്മൾ 2023 ആവട്ടെ 22-ലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട്, KCB പോലെയുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട്, അങ്ങനെ ഒട്ടനവധി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം കുറച്ചുകൂടെ മികച്ചതായിട്ട് നിൽക്കുന്ന, സ്വന്തമായിട്ട് വാഹനമുള്ള, ഗസറ്റഡ് പോസ്റ്റ് ആയിട്ടുള്ള, ഉയർന്ന സാലറിയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഒരു KS ലെവലിലൊക്കെ നമുക്ക് ഇതിന്റെ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. അപ്പൊ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കാൻ ശ്രമിക്കാം. ഇതിന്റെ പ്രൊബേഷൻ കാലാവധി കൊടുത്തിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ഏതൊരാളും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷക്കാല സേവനത്തിനിടയിൽ ആകെ 2 വർഷക്കാലം പ്രൊബേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 2 വർഷം എന്തായാലും പ്രൊബേഷൻ പീരീഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതാണ് LSG സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും മിസ്സാക്കരുത്. ചലഞ്ചർ ആപ്പ് അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ LSG സെക്രട്ടറിയുടെ കോച്ചിങ് മറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആപ്പിലും ഒരു 6 മാസം മുമ്പേ നമ്മൾ ഇതിന്റെ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുക. എന്തായാലും 2024 ജൂണിന് ശേഷം നമുക്ക് ഇതിന്റെ പരീക്ഷ പ്രതീക്ഷിക്കാം. അടുത്ത കാറ്റഗറി നമ്പർ 572/2023 തൊട്ട് 574/2023. 3 കാറ്റഗറീസ് ആണ്.
3 കാറ്റഗറി നമ്പറാണ്. ഇത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് SI നോട്ടിഫിക്കേഷൻ ആണ്. കഴിഞ്ഞ വർഷം SI ഉണ്ടായിരുന്നു, ഈ വർഷം SI ഉണ്ട്. അപ്പോ ഈ യൂണിഫോം പോസ്റ്റുകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കഴിഞ്ഞ SIയിൽ നിങ്ങൾ തട്ടി വീണിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ജോലി കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണത്തെ SIയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അപേക്ഷിക്കുക, ജോലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിൽ വനിതകൾക്കും അതുപോലെ തന്നെയാണെങ്കിൽ പുരുഷന്മാർക്കും ഈ ഒരു തസ്തികയിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ തസ്തികയുടെ പേര് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി, വകുപ്പ് പോലീസ്, കേരള സിവിൽ പോലീസ് ആണ്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ശമ്പളം 45,600 തൊട്ട് 95,600 വരെയാണ് ഇതിന്റെ ഒരു ബേസിക് പേ എന്ന് പറയുന്നത്. ഒഴിവുകളുടെ എണ്ണം സാധാരണ പോലെ തന്നെയാണെങ്കിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്, പ്രതീക്ഷിത ഒഴിവുകളാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കാറ്റഗറീസ് ഉണ്ട്, 572, 573, 574, 3 വ്യത്യസ്ത കാറ്റഗറികളാണ്. ഇത് 572/2023 എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ആണ്, സാധാരണ നമ്മളെ പോലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റും. രണ്ടാമത്തെ 573/2023 ആണ്. 573/2023 വരുന്നത് പോലീസിലെയും വിജിലൻസിലെയും ബിരുദധാരികളായിട്ടുള്ള മിനിസ്റ്റീരിയൽ ജീവനക്കാർ, അതുപോലെ തന്നെയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട്, ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്നിവരിൽ നിന്നും ഉദ്യോഗസ്ഥർ പോലീസ് വിജിലൻസ് വകുപ്പിൽ 2 വർഷത്തെ സേവനം പൂർത്തീകരിച്ചിരിക്കണം. അപ്പം ഈ പോലീസ് വിജിലൻസ് ഫിംഗർ പ്രിന്റ് വകുപ്പിൽ ജോലി ചെയ്യുന്ന മിനിസ്റ്റീരിയൽ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാറ്റഗറി നമ്പർ 573 എന്ന് പറയുന്നത്. മൂന്നാമത് കാറ്റഗറി നമ്പർ 574 ആണ്. അത് കോൺസ്റ്റാബിലറി ആണ്. അതായത് പോലീസ് വിജിലൻസ് വകുപ്പുകളിലെ ബിരുദധാരികളായിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ വകുപ്പുകളിൽ സമാന തസ്തികയിൽ ജോലി നോക്കുന്നവർ. ഓക്കെ, ഇവർക്കും അപേക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ 574/2023. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട്. 573 ആണെങ്കിൽ ഈ പറയുന്ന മിനിസ്റ്റീരിയൽ ജീവനക്കാർക്കാണ്, 574 ആണെങ്കിൽ കോൺസ്റ്റാബിൾ തരും. അപ്പോൾ ആരൊക്കെ ഈ ഒരു മേഖലയിലോട്ട്, അതായത് SI മേഖലയിലോട്ട് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നു അവർക്ക് എല്ലാവർക്കും ഒക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവരും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. 2024 ജാനുവരി 31 അവസാന തീയതി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിന്റെ പ്രായപരിധി മറ്റുള്ള വർഷങ്ങളിലേക്കുള്ള പോലെ തന്നെ ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 20 തൊട്ട് 31 വയസ്സ് വരെയാണ്. ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് ഒക്കെ ഉള്ളതെന്ന് പറയുന്നത് 1992 ജാനുവരി മാസം 2-ാം തീയതിക്കും 2003 ജാനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെയാണ്. കാറ്റഗറി 2 ആണെങ്കിൽ മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിൽ 36 വയസ്സാണ്. ഓക്കെ, 2023 1/1/2023 36 വയസ്സ് തികയുവാൻ പാടില്ല. കാറ്റഗറി 3 ആണെങ്കിൽ ഓക്കെ കോൺസ്റ്റാബിലറി വിഭാഗമാണ്. 1/1/2023 36 വയസ്സ് തികയുവാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ പോലീസ് വകുപ്പിലും അതുപോലെ തന്നെയാണെങ്കിൽ കോൺസ്റ്റാബിലറിയിലുള്ള ആളുകൾ അതുപോലെ തന്നെയാണെങ്കിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരും അവർക്ക് വേണമെങ്കിൽ അവരുടെ അതത് കാറ്റഗറികളിലും അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിലും വേണമെങ്കിൽ അപേക്ഷിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് ഈ കോമ്പറ്റീഷനിലൂടെ കടന്നു വരാം. പക്ഷെ ഒരു കാറ്റഗറിയിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പോലീസ് വിജിലൻസ് വകുപ്പുകളിൽ മിനിസ്റ്റീരിയൽ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും കോൺസ്റ്റാബിലറി വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്കും ഒന്നെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷനിലോ അല്ലെങ്കിൽ അവർക്ക് നീക്കിവെച്ചിട്ടുള്ള വിഭാഗങ്ങളിലേക്കോ അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ 2 വിഭാഗങ്ങളിലും കൂടി അപേക്ഷിക്കുവാൻ പാടില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി യോഗ്യത നേരത്തെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്, ബിരുദമാണ് ഇതിന് യോഗ്യതയായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വരെ ഈ ഡിഗ്രി ലെവൽ തസ്തികൾക്ക്, അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, CPOക്കൊക്കെ ഒറ്റ പരീക്ഷ ആക്കിയപ്പോഴും SIക്ക് ഒറ്റ പരീക്ഷ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. 2 ഘട്ട പരീക്ഷ തന്നെയായിരുന്നു. ഓക്കെ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് 2 ഘട്ട പരീക്ഷ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. കാറ്റഗറി നമ്പർ 584/2023 ആണ്. ഇതും കേരള പോലീസിലോട്ടുള്ളതാണ്. കേരള പോലീസിലെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയാണ്. പോലീസ് വനിതാ പോലീസ് ബറ്റാലിയൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കാം, ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കും പുരുഷ ഉദ്യോഗാർത്ഥികൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുവാൻ അതുകൊണ്ടായിരിക്കുന്നതല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPO, WCPO രണ്ടിനെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് WCPO നോട്ടിഫിക്കേഷൻ ആണ്. 31,100 ആണ് ഇതിന്റെ ഒരു ബേസിക് പേ തുടക്കം എന്ന് പറയുന്നത്. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെ. SIയേക്കാളും പ്രായപരിധി കുറവാണ് CPOക്ക് അപേക്ഷിക്കാൻ വേണ്ടത്. ഓക്കെ, ഉദ്യോഗാർത്ഥികൾ 1997 ജാനുവരി മാസം 2-ാം തീയതിക്കും 2005 ജാനുവരി 1-നും ഇടയിൽ ജനിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 26 വയസ്സാണ്, 26 വയസ്സാണ് ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി യോഗ്യത എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്. ഓക്കെ, ഹയർ സെക്കൻഡറി അതായത് +2 പാസ് ആയിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യം എന്നുള്ളതാണ് ഈ ഒരു CPOയുടെ WCPOയുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ക്വാളിഫിക്കേഷൻ എടുത്ത് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു ഏജ് ലിമിറ്റും അതുപോലെ തന്നെയാണെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതക്കും അപ്പുറത്തേക്കും ഇത് പോലീസ് സേന ആയതുകൊണ്ട് തന്നെ SIക്കും WCPOക്കും CPOക്കും ഒക്കെ ഫിസിക്കൽ റിക്വയർമെന്റ്സ് കൂടി ഉണ്ടാവും. ഓക്കെ, നെഞ്ചിളവ് എത്ര, ഹൈറ്റ് എത്ര എന്നൊക്കെയുള്ള കണക്കുണ്ടാവും. അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മുടെ വിഷൻ, കാഴ്ചയും ഇത്ര വേണം
എന്നൊക്കെയുള്ള ഒരു കണക്കുണ്ട്. അപ്പൊ അതെല്ലാവരും നോട്ടിഫിക്കേഷൻ ജസ്റ്റ് നോക്കി മനസ്സിലാക്കാം. അതെല്ലാം ഫിസിക്കൽ റിക്വയർമെന്റ്സും കൂടെ ഓക്കെ ആയ ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവും. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും 8 എണ്ണത്തിൽ 5 എണ്ണം പാസ്സായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ജോലി ലഭിക്കുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കാം. ഇനി അടുത്തത് 10ാം തരം ക്വാളിഫിക്കേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഈ ഓഫീസുകളിലോട്ടെല്ലാമുള്ള ഈ വകുപ്പുകളിലോട്ടെല്ലാമുള്ള ഓഫീസ് അറ്റൻഡന്റ് അഥവാ OAയുടെ പോസ്റ്റ് ആണ്. ഓഫീസ് അറ്റൻഡന്റ് അഥവാ OAയുടെ പോസ്റ്റ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ LGS ലെവൽ തസ്തികയല്ല. ഇത് LGS എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആണ്, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആണ്. അതിന് 7ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ ഇതിന് 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ LD ക്ലർക്ക് പരീക്ഷ എഴുതുന്ന LDCയുടെ പരിധിയിൽ വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് ഈ പറയുന്ന ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്നത്. ഇതിന് സാലറി എന്ന് പറയുന്നത് 23,000 രൂപയാണ് ബേസിക് പേ തുടങ്ങുന്നത്. പ്രതീക്ഷിത ഒഴിവുകളാണ്. നേരിട്ടുള്ള നിയമനമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെയാണ് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. പ്രായപരിധി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമപ്രകാരമുള്ള റിലാക്സേഷൻ ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്നതായിരിക്കും. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അപ്പോ ഇതിന് LGS പോലെ ഒരു ലിമിറ്റേഷൻ പറഞ്ഞിട്ടില്ല. അതായത് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് LGS പരീക്ഷകൾക്ക് അത്തരത്തിലൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ OA എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ഈ തസ്തികൾക്ക് 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ആക്കി വെച്ചിരിക്കുന്നത്. കൊണ്ട് തന്നെ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത കാറ്റഗറി നമ്പർ 593/2023 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ WCPO പുറമെ CPO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള പോലീസ് ആണ്. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, ആംഡ് പോലീസ് ബറ്റാലിയൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇത് വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. അവർക്ക് വേറെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 31,100 ആണ് ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത്. മാത്രമല്ല ഒഴിവുകളുടെ എണ്ണം അത് ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം SAP, അതുപോലെ തന്നെ പത്തനംതിട്ട KAP 3, ഇടുക്കി KAP 5, എറണാകുളം KAP 1, തൃശൂർ KAP 2, മലപ്പുറം MSP, കാസർഗോഡ് KAP 4. ഇതാണ് വിവിധ ബറ്റാലിയനുകൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ബറ്റാലിയനുകളോട്ടുള്ള ഒരു ഒഴിവുകളിലോട്ടാണ് പരീക്ഷ നടത്താൻ പോകുന്നത്. നിലവിൽ ഇത് പ്രതീക്ഷിത ഒഴിവുകളാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. CPO 1 വർഷമാണ് CPOയുടെ ലിസ്റ്റിന്റെ കാലാവധി. അപ്പൊ എല്ലാ വർഷവും നമുക്ക് നടക്കുന്ന പരീക്ഷയാണ് CPO എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഈ ഒരു CPO പരീക്ഷ പാസ്സാകാത്ത ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റുകൾ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. നേരിട്ടുള്ള നിയമനമാണ്. ബറ്റാലിയൻ അടിസ്ഥാനത്തിൽ 18 വയസ്സ് തൊട്ടും 26 വരെയാണ് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 1997 ജാനുവരി 2-ാം തീയതിക്കും 2005 ജാനുവരി 1-നും ഇടയിൽ ജനിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെയാണ്. യോഗ്യത നമ്മൾ WCP ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം, വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ തത്തുല്യം +2 പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത് എഴുതാൻ സാധിക്കുന്നത് മനസ്സിലാക്കാം. അപ്പം ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് പ്രധാനമായിട്ടും ജനറൽ PSCയുടെ പരിധിയിലൊക്കെ ഡിഗ്രി 10ാം തരം +2 ക്വാളിഫിക്കേഷൻ ഉള്ളതായിട്ട് കണക്കാക്കുന്നത്. അതായത് സാധാരണ 10th 12th ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട തസ്തികകളും ഇതിന് പുറമെ LD ക്ലർക്ക് മലയാളം അതുപോലെ തന്നെ തമിഴ് അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ LD ക്ലർക്ക് കന്നഡയുടെ വേക്കൻസി ഉണ്ട്. ആരോഗ്യ വകുപ്പിൽ വേക്കൻസി ഉണ്ട്. BEd ക്വാളിഫിക്കേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് HSCയുടെ വിവിധ വേക്കൻസികളുണ്ട്. അങ്ങനെ ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് ഏറെക്കുറെ 46ഓളം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷന്റെ ഗസറ്റിന്റെ ആ ഒരു പൂർണ്ണ ഗസറ്റ് ആണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ അത് വായിച്ചു നോക്കാം. അതുപോലെ തന്നെയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇന്ന് തൊട്ടത് ലഭ്യമാകും. അപ്പൊ നിങ്ങളുടെ ഓരോ തസ്തികകൾ നിങ്ങൾ നോക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അതിന് അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും ഒരു പോസ്റ്റ് പോലും നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് പോലും നിങ്ങൾ അപേക്ഷിക്കാതിരിക്കരുത്. 2024 അപ്പുറത്തേക്ക് ഒരു പരീക്ഷ എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. LD ആവട്ടെ, LGS ആവട്ടെ, LAC സെക്രട്ടറി ആവട്ടെ, LPUP ആവട്ടെ, അങ്ങനെ മറ്റു ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് വന്നതുകൊണ്ട് തന്നെ 2024 ജോലി കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻസും. ചലഞ്ചർ ആപ്പിൽ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഓൾറെഡി ലഭ്യമാണ്. വെറും 1,500 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 1,500 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ചലഞ്ചർ ആപ്പിന്റെ മുഴുവൻ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏത് കോഴ്സിനും വീഡിയോ ക്ലാസ്സുകൾ ഉൾപ്പെടെ, നോട്ട്സ് ഉൾപ്പെടെ, പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ, ഡെയിലി മോഡൽ എക്സാംസ് ഉൾപ്പെടെ, ടോപ്പിക് എക്സാംസ് ഉൾപ്പെടെ, SCRT പാഠപുസ്തകങ്ങളും അവയുടെ സൊല്യൂഷൻസും ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻസും അവയുടെ നോട്ടും ചോദ്യങ്ങളും ഉൾപ്പെടെ ആപ്പിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ മുഴുവൻ കണ്ടന്റുകൾ നിങ്ങൾക്ക് വെറും 1,500 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് മെന്റർഷിപ്പോ മറ്റോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാക്കേജുകൾ ലഭ്യമാണ്. എന്തായാലും എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിക്കാം. ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.